തിന്മയുടെ കണ്ണിൽ നോക്കി നീ അണിഞ്ഞിരിക്കുന്ന നന്മയുടെ പ്രച്ഛന്നവേഷം അഴിച്ചുമാറ്റുക. നിന്റെ തനിസ്വരൂപം ഞങ്ങൾ കാണുന്നുണ്ട് എന്നു പറയാനുള്ള ധൈര്യവും ആർജവും സഭയിലെ ഇടയന്മാർ കാട്ടണമെന്ന് സീനിയർ വൈദികൻ. ഒറ്റുകൊടുക്കുന്നവനെയും വിശ്വാസത്തിനു വേണ്ടി പീഡനമേൽക്കുന്നവനെയും രക്തസാക്ഷിയാകുന്നവനെയും ഒരേ തട്ടിൽ നിർത്തി സമവായമുണ്ടാക്കുന്നത് മാരക പാപമാണെന്ന് ഓർമ്മിപ്പിച്ച് ഫാദർ വർഗീസ് വള്ളിക്കാട്ട്. എന്നാൽ ആത്യന്തിക വിജയം നന്മയ്ക്കായിരിക്കുമെന്ന് വള്ളിക്കാട്ടച്ചൻ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നു. തിന്മ പെരുകുകയും നന്മയ്ക്കുമേൽ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്യുന്നത് കൺമുൻപിൽ കണ്ടിട്ടും തിന്മയെ പ്രതിരോധിക്കാതെ നന്മ ചെയ്ത് മുൻപോട്ടു പോയാൽ മാത്രം മതി എന്ന് ചിന്തിക്കുന്നത് തിന്മയ്ക്ക് വഴിയൊരുക്കുന്നതിന് സമമാണ്. ആത്യന്തിക വിജയം നന്മയ്ക്കായിരിക്കും എന്ന ശുഭാപ്തി വിശ്വാസം നല്ലതാണ്. എന്നാൽ തിന്മയുടെ കണ്ണിൽ നോക്കി നീ അണിഞ്ഞിരിക്കുന്ന നന്മയുടെ പ്രച്ഛന്നവേഷം അഴിച്ചുമാറ്റുക. നിന്റെ തനിസ്വരൂപം ഞങ്ങൾ കാണുന്നുണ്ട് എന്ന് പറയാനുള്ള ധൈര്യവും ആർജവവും സഭയിലെ ഇടയന്മാർ കാട്ടണം. പ്രത്യേകിച്ചും സഭയിൽ ദി കാരിസം ഓഫ് ട്രൂത്ത് എന്ന ദൈവിക ദാനം സ്വീകരിച്ചിട്ടുള്ള സഭയുടെ കാവൽക്കാരും ഇടയന്മാരുമായവർ. സ്വജീവനെ പോലും തൃണവത്ഗണിച്ചും അവർ സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളണം. നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്നതാണ് സഭയിൽ ഇടയധർമ്മത്തിന്റെ മാനദണ്ഡം. അവിടെ ഒറ്റുകൊടുക്കുന്നവനെയും വിശ്വാസത്തിനു വേണ്ടി പീഡനമേൽക്കുന്നവനെയും രക്തസാക്ഷിയാകുന്നവനെയും ഒരേ തട്ടിൽ നിർത്തി സമവായമുണ്ടാക്കുന്നത് മാരക പാപമാണ്. സഭ ക്രിസ്തുവിന്റെ മൗതിക ശരീരവും സഭയുടെ യഥാർത്ഥ ശിരസ് ക്രിസ്തുവുമാണെങ്കിൽ രക്തം വിയർത്തിട്ടാണെങ്കിലും സഭയിൽ ഇന്നത്തെ വെല്ലുവിളികൾ ഉയർത്തുന്ന കുരിശിൽ പിടഞ്ഞ് മരിച്ചുകൊണ്ടാണെങ്കിലും ദൈവപിതാവിന്റെ ഇഷ്ടം നിറവേറ്റാൻ സഭയിലെ ഇടയന്മാർക്ക് കഴിയണം. അതായത് പിതാവെ അങ്ങ് എന്നിലും ഞാൻ അങ്ങിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിൽ ഒന്നായിരിക്കേണ്ടതിന് എന്ന് അവസാന മണിക്കൂറിലും പ്രാർത്ഥിച്ച കർത്താവിന്റെ സഭയിലെ കാര്യസ്ഥന്മാർക്ക് ഭിന്നതയുടെ വിത്തും കൈക്കോട്ടുമായി നിൽക്കുന്നവരെ തിന്മയുടെ പ്രതിരൂപങ്ങളായി തിരിച്ചറിയാൻ കഴിയണം. പ്രത്യേകിച്ചും ദി കാരിസം ഓഫ് ട്രൂത്ത് ദൈവിക ദാനമായി സ്വീകരിച്ചവർക്ക് അസത്യത്തോട് സമരസപ്പെടുവാൻ അവകാശമില്ല. സ്നാപകൻ ഹേരോദോസിനോട് അവന്റെ പ്രവൃത്തി തിന്മയാണെന്ന് പറഞ്ഞതുപോലെയും ആമോസ് ന്യായപ്രമാണത്തിന്റെ തൂക്കുകട്ട ഉയർത്തി സത്യത്തെയും അസത്യത്തെയും നീതിയെയും അനീതിയെയും വേർതിരിച്ച് ദൈവജനത്തിന് വെളിപ്പെടുത്തി കൊടുത്തതുപോലെയും സഭയുടെ കൃത്യമായ നിലപാടുകളും ദൈവിക ഇംഗിതവും കൃത്യമായി വെളിപ്പെടുത്തുന്ന നിലപാടുകളിലൂടെയും നടപടികളിലൂടെയും ദൈവജനത്തിന് മുന്നറിയിപ്പും മാർഗദർശനവും നൽകി തിന്മയ്ക്കും ഭിന്നതയ്ക്കും എതിരെ ശക്തവും വ്യക്തവും നീതിയുക്തവുമായ നടപടികളിലൂടെ സഭയെ മുന്നോട്ട് നയിക്കാൻ അവർക്ക് കഴിയണം. ഇക്കാര്യത്തിലുണ്ടാകുന്ന അലംഭാവവും കൃത്യവിലോപവും തിന്മയ്ക്കും അസത്യത്തിനും താൻ പോരുമയ്ക്കും പിശാചിനും ചൂട്ടുപിടിച്ച് കൊടുക്കലാണ്. പ്രലോഭനത്തിൽ പരാജയപ്പെടാൻ മുൻകൂർ തയ്യാറായി നിൽക്കലാണ്. അത് മാരക പാപവും ക്രിസ്തുവിനെ ഒറ്റുകൊടുക്കലുമാണ്. സർവോപരി തെറ്റിന്റെ മാർഗത്തിൽ ചരിക്കുന്ന പാപിക്ക് മാനസാന്തരം ആവശ്യമില്ല. തിന്മയിൽ തന്നെ തുടർന്നുകൊള്ളൂ എന്ന സുവിശേഷ വിരുദ്ധ നിലപാടാണ്. അതിനേക്കാൾ വലിയ ഒരു തിന്മയിലെന്ന് ഫാദർ വർഗീസ് വള്ളിക്കാട്ട് സൂചിപ്പിക്കുന്നു. തിന്മയ്ക്ക് മുൻപിൽ പുലർത്തുന്ന മൗനവും നിസ്സംഗതയും മാരക പാപമാണ്. തിന്മയെ എതിർക്കേണ്ടതില്ല, നന്മ ചെയ്താൽ മാത്രം മതി എന്നത് വിശ്വാസികൾക്ക് സ്വീകരിക്കാൻ കഴിയുന്ന വ്യക്തിപരമായ ഒരു നിലപാടാണ്. നന്മ തിന്മകൾ വിച്ഛേദിച്ചുകൊണ്ടല്ലാതെ ദൈവജനത്തെ മുൻപോട്ട് നയിക്കാൻ കഴിയില്ല. അവർ അത് ചെയ്യാൻ സുവിശേഷത്താൽ നിർബന്ധിതരാണ്. അവർക്കതിന് കഴിയണം. ഒഴിവ് കഴിവുകൾ കണ്ടെത്തി ഈ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിയുന്ന ഇടയന്മാർ സഭയിലെ യഥാർത്ഥ ഇടയന്മാരാണെന്ന് കരുതാൻ നിർവാഹമില്ലെന്ന് വള്ളിക്കാട്ടച്ചൻ പറയുന്നു.